കുടുംബ വഴക്കിനൊടുവിൽ കൂട്ടക്കൊല. ഭാര്യയെയും മകനെയും ഗർഭിണിയായ മകളെയും വെട്ടിക്കൊന്നത് ഗൃഹനാഥൻ. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് നാടിനെ നടുക്കിയ ഈ കൊലപാതകം. രവീന്ദ്ര പ്രസാദ് സിംഗ് ആണ് കൂട്ടക്കൊല നടത്തിയ ഗൃഹനാഥൻ. 55 വയസ്സുള്ള അയാളുടെ ഭാര്യ സരിത സിംഗ്, ഗർഭിണിയായ അയാളുടെ മകൾ 31കാരിയായിട്ടുള്ള സുപ്രിയ സിംഗ്, മകൻ രവിഷേക് കുമാർ 30 വയസ്സാണ്. ഈ 3 പേരാണ് കൊല്ലപ്പെട്ടത്. കുടുംബകലഹമാണ് ഈ അരും കൊലയിലേക്ക്, കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. സിദ്ഗുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഗ്രിക്കോ ലൊക്കാലിറ്റിയിലാണ് ഈ സംഭവം നടക്കുന്നത്. മഴ ഉപയോഗിച്ച് അതിക്രൂരമായി ചുറ്റിക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊലപാതകമെന്നാണ് ജംഷഡ്പൂർ ASP ഋഷവ് ത്രിവേദി പറഞ്ഞത്. रविंद्र प्रसाद सिंह, उनका ये कहना है स्वीकृति में कि उन्होंने अपनी पत्नी जिनका नाम सरिता सिंह है, उनकी बेटी जिनका नाम सुप्रिया सिंह है और उनके बेटे रवि सिंह की हत्या कर दी। अभी हम लोगों को मौके पे प्लेस ऑफ अकरेंस में PO में 2 हथियार बरामद हुए हैं, जो कि एक कुल्हाड़ी नुमा एक हथियार है और दूसरा हम लोगों को हथौड़ा मिला है। अंदर वो जब उनसे पूछताछ के क्रम में उन्होंने अपनी मानसिक स्थिति विक्षिप्त बताई है, तो प्रारंभिक जांच में हम लोगों को सिर्फ अभी बॉडी का पता चला है। 3 बॉडी हम लोग को दिखी है। एक तो उनकी पत्नी, जो कि मैं बता चुका हूँ, सरिता सिंह, दूसरे उनके बेटे जो कि रविकेश सिंह हैं, और उनकी बेटी सुप्रिया सिंह। प्रथम दृष्टया ऐसा देखा जा रहा है कि जो उनकी बेटी हैं वो गर्भवती हैं। उनके अभी पति आए, उनसे भी बयान लिया जा रहा है कि उन्होंने बताया कि वो कुछ माह गर्भवती हैं। വിവരം കിട്ടിയ ഉടൻ തന്നെ പോലീസ് സംഘം ഈ അഗ്രിക്കോയിലെ ആ ക്വാർട്ടേഴ്സിലെത്തി. രക്തം തളം കെട്ടിക്കിടന്ന മുറിയിൽ നിന്നാണ് 3 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. കൊലപാതക ശേഷം ഓടി രക്ഷപ്പെടാനൊന്നും അപ്രതി രവീന്ദ്ര പ്രസാദ് സിംഗ് ശ്രമിച്ചില്ല. പകരം മാനസിക വിഭ്രാന്തിയുള്ള ഒരാളെ പോലെ അയാൾ അഭിനയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുടുംബത്തിൽ വളരെ കാലമായി ഈ തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. सूचना मिली कि ऐसा घटना हुआ है, तो हम लोग दौड़े भाग यार, अब हकीकत क्या है नहीं है, कैसे हुआ। घटना की जानकारी मिली, घर में किसी को मारे हैं, बस इतना ही जानकारी था। किन को मारे हैं अब तो अभी पता चल रहा है। क्या मैंने कुछ अपसेट है कुछ? नहीं ऐसा कुछ नहीं था, नॉर्मल था। अभी 1 साल भी नहीं हुआ, बेटी का शादी किए, सब कुछ ठीक चल रहा था। अब अचानक इस तरह का खबर मिल रहा है। वो बूढ़ा जवान के रविंदर सिंह, वो बोले कि जाओ सबको मार दिए हैं। तो फिर वो जबरदस्ती लड़का घुसा अंदर, घुस के देखा तो सही में तीनों को मार चुके। कोई बोलते हथौड़ा है और टांगी है, यही सब मारे हैं। ഈ സരിത സിംഗ് അടുക്കളയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഇതിനിടയിലായിരുന്നു മഴവുമായി എത്തി അയാൾ വെട്ടിവീഴ്ത്തുന്നത്. 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. രക്ഷപ്പെടാൻ ഇയാൾ ശ്രമിച്ചില്ല എങ്കിൽ പോലും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. കുടുംബ വഴക്ക് ഇത്ര വലിയ ഭീകരതയിൽ കലാശിക്കുമെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ബന്ധുക്കൾക്ക്. बहुत बेरहमी से जो है हत्या हुई है। हम तो अंदर जाके भी नहीं देख पाए हैं, पर मतलब किसी भी परिस्थिति में आप हिंसा को समाधान नहीं बना सकते। और गर्भवती बच्ची की हत्या हो गई है, जो अपने मायके आई थी, उसे अपने ससुराल से लाया गया था यहाँ पे केयर करने के लिए। ഫെബ്രുവരിയിൽ ഒരു സ്റ്റീൽ കമ്പനിയിൽ നിന്നും വിരമിച്ചയാളാണ് രവീന്ദ്ര പ്രസാദ് സിംഗ്. ഈ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളൂ. സന്തോഷം നിലനിന്നിരുന്ന ഒരു കുടുംബം എന്നാണ് ആ നാട്ടുകാരും ആ വീട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നത്, അറിഞ്ഞിരുന്നത്. പക്ഷേ ആ വീടിനുള്ളിൽ നടന്ന ചെറിയ ചെറിയ കലഹങ്ങൾ അതാണ് ഒരു കൂട്ടക്കൊലയിൽ എത്തിച്ചത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി MGM ആശുപത്രിയിലേക്ക് മാറ്റി. അതിക്രൂരമായിട്ടുള്ള ഈ കൃത്യം ആ നാടിനെ ഒന്നാകെ ഞെട്ടലിലാക്കിയിരിക്കുകയാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.